ബീഹാറിന് പിന്നാലെ രാജ്യത്തുടനീളം വോട്ടർ പട്ടികയിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ ഒരുങ്ങി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. പ്രതിപക്ഷ പാർട്ടികളിൽ ആശങ്കയുള്ളവരായിരിക്കുകയാണ്. അതേസമയം കുടിയേറ്റവും നഗരവൽക്കരണവും മൂലം വോട്ടർ പട്ടികയിൽ കൃത്യതയില്ല എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. കൂടാതെ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രതിഷേധിക്കാതെ വിദേശകാര്യത്തിൽ എന്തിന് തലയിടുന്നു എന്ന് CPM-നോട് മുംബൈ ഹൈക്കോടതി ചോദിച്ചത് പാർട്ടിക്ക് വലിയ നാണക്കേടുമായി. ഇങ്ങനെ രാജ്യ തലസ്ഥാനത്തു നിന്നും ഒട്ടനവധി വിഷയങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. മുംബൈ ഹൈക്കോടതി ഇന്ന് CPM-നോട് ചില പ്രസക്ത ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണല്ലേ CPM എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സംഘടന എന്തുകൊണ്ട് ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും കാണുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും CPM-നെതിരെ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന എന്ന നിലയിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മൈലുകൾക്കപ്പുറമുള്ള ഒരു രാജ്യത്തെ പ്രശ്നത്തിൽ എന്തിന് ഇടപെടുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും കോടതി ചോദിക്കുന്നത്. ഇതിൽ മറ്റൊരു വിഷയം കോടതി ചൂണ്ടിക്കാണിച്ചത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നിലപാടുകൾ അത് എത്രമാത്രം പൊടിപടലങ്ങൾ ഈ രാജ്യത്ത് പടർത്തുമെന്നുള്ളത് അവർക്കറിയില്ല. മാത്രമല്ല, ഈ ഒരു വിഷയം, അതായത് ഇസ്രയേൽ പാലസ്തീൻ വിഷയം എന്നുള്ളത് രാജ്യത്തിൻ്റെ വിഷയമല്ല, ഭാരതത്തിൽ നടക്കുന്ന വിഷയമല്ല, മറിച്ച് അത് രാജ്യാന്തര വിഷയമാണ് എന്നുള്ളതാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഒരു വിദേശകാര്യ വിഷയത്തിൽ എന്തിന് ഇടപെടുന്നു എന്നുള്ളൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇതൊരു വിദേശകാര്യ വിഷയമാണോ എന്ന് CPM-ന് അറിയാമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് മുംബൈയിൽ ഈ പാലസ്തീൻ അനുകൂല റാലി നടത്തുവാൻ വേണ്ടി പോലീസിൽ അവർ അപേക്ഷ നൽകി. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അത് തടയുകയുണ്ടായി, അല്ലെങ്കിൽ അതിന് അനുമതി ലഭിച്ചില്ല. സുരക്ഷാ കാരണങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ തിരക്കും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുംബൈ പോലീസ് CPM-ന് അനുമതി നിഷേധിച്ചത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CPM മുംബൈ ഹൈക്കോടതിയിൽ പോയതും മുംബൈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ പ്രസക്തമായ ചോദ്യങ്ങൾ CPM-ന് നേരെ ഉയർന്നതും. അതേസമയം കോടതിയുടെ ഭാഷ ആ ഭാഷ ശരിയല്ല എന്നുള്ള തരത്തിൽ CPM വാർത്താക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് ഇന്ന് വീണ്ടും സ്തംഭിച്ചു. പ്രത്യേകിച്ച് പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ബീഹാർ വോട്ടർ പട്ടിക വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് കവാടത്തിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന അവസ്ഥയായിരുന്നു. സഭാ നടപടികൾ തുടങ്ങി വെച്ചപ്പോഴും ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം വെച്ചു. പിന്നീട് സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. പിന്നീട് പുനരാരംഭിക്കുമ്പോഴും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. അനാവശ്യമായ രീതിയിലാണ് പ്രതിപക്ഷം ബഹളം വെക്കുന്നത്, അല്ലെങ്കിൽ അനാവശ്യ കാര്യത്തിനാണ് സഭ സ്തംഭിപ്പിക്കുന്നത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ന്യായമായ ആവശ്യങ്ങൾക്കെല്ലാം കൃത്യമായ ചർച്ച സഭയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ചെവിക്കൊള്ളാതെ സഭ സ്തംഭിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നിപ്പോൾ ഉരുത്തിരിഞ്ഞത് ഈ കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. കോടതിയിൽ ഇന്ന് ഗവർണർ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അതായത് ആ ഹർജി ചൊവ്വാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക. താൽക്കാലിക VC നിയമനത്തിന് എതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഹർജിക്കെതിരെയാണ് ഈ ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വാർത്താ ദിനമായിരുന്നു ഇന്ന് കടന്നുപോയത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് നാളത്തെ വിഷയമാണ്. നാളെ കാർഗിൽ വിജയ ദിവസമാണ്. കാർഗിലിലും അതേപോലെ തന്നെ ഡൽഹിയിലെ വാർ മെമ്മോറിയലിലും വലിയ ആഘോഷങ്ങളും പരിപാടികളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ഡൽഹിയിലെ വാർ മെമ്മോറിയലിലെത്തും. അതേപോലെ തന്നെ 3 സൈനിക മേധാവിമാരും ഉണ്ടാകും. അവിടെ പുഷ്പചക്രം അർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിൻ്റെ ചില നടപടിക്രമങ്ങളും ഉണ്ടാകും. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷനും നാളെ വാർ മെമ്മോറിയൽ പുഷ്പചക്രം അർപ്പിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് നിന്നുണ്ടായ പ്രധാനപ്പെട്ട വാർത്തകൾ പങ്കുവെക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്നും S. നന്ദഗോപൻ.